എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വെറുമൊരു പുസ്തകമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അറിവിന്റെ ഒരു വലിയ ലോകത്തേക്കുള്ള ഒരു വാതിലാണിത്. യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ദർശനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥം 108 ഉപനിഷത്ത് ബ്രഹ്മവിദ്യാഖണ്ഡം. അപ്പോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതൊരു വെറും പുസ്തക പരിചയപ്പെടുത്തൽ മാത്രമല്ല, ജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോകാം. അപ്പോ നമ്മുടെ ഈ യാത്രയില് എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം, അല്ലേ? ഒരു 5 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ അറിവിനോടുള്ള നമ്മുടെയൊക്കെ ആ ഒരു അടങ്ങാത്ത ആഗ്രഹത്തെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കും. പിന്നെ നമ്മൾ ഉപനിഷത്തുകളിലേക്ക് കടക്കും. എന്താണത്, അതിന്റെ വിവിധ വഴികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക്, അതായത് ബ്രഹ്മവിദ്യാഖണ്ഡം എന്ന പുസ്തകത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. അവസാനം ഈ ഒരു ജ്ഞാന പാരമ്പര്യത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണെന്ന് നമുക്കൊന്ന് നോക്കാം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, മനുഷ്യനുണ്ടായ കാലം മുതൽ സത്യം എന്താണ്, ജീവിതത്തിന് എന്താണൊരർത്ഥമെന്നൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു നാട്ടിലോ ഒരു കാലത്തോ മാത്രമുള്ള കാര്യമല്ല കേട്ടോ. ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളൊരു സംഭവമാണ്. ആരാണ് ഞാൻ എവിടുന്ന് വന്നു, ഈ കാണുന്ന പ്രപഞ്ചത്തിന് പിന്നിലെ രഹസ്യമെന്താണ്? ഇതുപോലുള്ള ചോദ്യങ്ങളില്ലേ, അതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ ഈ ഒരു ചിന്തയല്ലേ, അതാണ് നമ്മുടെ ഈ യാത്രയുടെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത്. നമ്മളെക്കുറിച്ച് തന്നെ അറിയാനുള്ള ഈ ഒരു ആഗ്രഹം, അത് തന്നെയാണ് നമ്മളെ ഉപനിഷത്തുകൾ പോലെയുള്ള വലിയ വലിയ ജ്ഞാനഗ്രന്ഥങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് അറിയുന്നതിനപ്പുറം സ്വന്തം ഉള്ളിലേക്കൊന്ന് നോക്കാനുള്ളൊരു ക്ഷണമാണിത്. അപ്പോ ഈ അറിവൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അതാണ് ചോദ്യം. അവിടെയാണ് നമ്മൾ നേരെ ഭാരതത്തിന്റെ പുരാതനമായ ഒരുപാട് വിലപിടിപ്പുള്ള തത്വജ്ഞാന ഗ്രന്ഥങ്ങളിലേക്ക് എത്തുന്നത്. ഉപനിഷത്തുകൾ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഋഷികൾ അവരുടെയൊക്കെ ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ കണ്ടെത്തിയ സത്യങ്ങളാണ് ഇതിലുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് ഈ ഉപനിഷത്ത്? ഈ വാക്കിന്റെ അർത്ഥം തന്നെ അടുത്ത ശ്രദ്ധയോടെ ഇരിക്കുക എന്നാണ്. അതായത് ഒരു ഗുരുവിന്റെ അടുത്ത് വളരെ ഭക്തിയോടെയും ശ്രദ്ധയോടെയും ഇരുന്ന് നേരിട്ട് കിട്ടുന്ന അറിവ്. എന്തിനെക്കുറിച്ചുള്ള അറിവാണെന്നല്ലേ? പ്രപഞ്ചത്തിന്റെ സത്യങ്ങൾ, മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യം, പിന്നെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഉപനിഷത്തുകൾ സംസാരിക്കുന്നത്. ഇനി ഉപനിഷത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ബ്രഹ്മവിദ്യ. എന്താണിത്? ഇതൊരിക്കലും കുറേ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന പോലെയല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അടിസ്ഥാനമായ, എല്ലാത്തിനും കാരണമായ ആ ഒരു പരമമായ സത്യമില്ലേ, അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എല്ലാ അറിവുകളിലും വെച്ച് ഏറ്റവും വലുത്, അതായത് വിദ്യകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കാണുന്നത്. അപ്പോ ഇത്രയും വലിയ ആഴത്തിലുള്ളൊരു ജ്ഞാനം അതെങ്ങനെയാണ് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്? കാരണം ഇതൊന്നും ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അല്ലേ? അതുകൊണ്ട് തന്നെ പഠിക്കുന്നവരുടെ ഒരു സൗകര്യത്തിനു വേണ്ടി ഇത് 3 വ്യത്യസ്ത ഭാഗങ്ങളുള്ള ഒരു പുസ്തക സീരീസ് പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് 108 ഉപനിഷത്തുകളെ 3 വ്യത്യസ്ത വാല്യങ്ങളായിട്ട് അല്ലെങ്കിൽ ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ഖണ്ഡവും നമ്മുടെ ആത്മീയ യാത്രയുടെ ഓരോരോ വശങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. വളരെ ചിട്ടയായ ഒരു സമീപനമല്ലേ? അപ്പോ ഈ 3 വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഒന്നാമത്തേത് ബ്രഹ്മവിദ്യാഖണ്ഡം. പേര് പോലെ തന്നെ പരമമായ ജ്ഞാനത്തിന്റെ വാല്യൂമാണിത്. അതായത് തത്വചിന്തയും ആത്യന്തികമായ സത്യവുമൊക്കെയാണ് ഇതിലെ വിഷയം. രണ്ടാമത്തേത് ജ്ഞാനഖണ്ഡം. ഇത് അറിവിന്റെ വാല്യൂമാണ്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനുള്ള വഴിയാണിത്. ഇനി മൂന്നാമത്തേത് സാധനാഖണ്ഡം. ഇത് പ്രായോഗികമായ വശമാണ്. നമ്മൾ പഠിച്ച അറിവ് എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാം, എങ്ങനെ പരിശീലിക്കാം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ജ്ഞാനത്തിലേക്കുള്ള 3 കവാടങ്ങൾ പോലെയാണിത്. ശരി, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ഈ 3 കവാടങ്ങളിൽ ആദ്യത്തേതിലേക്ക് തന്നെ കടക്കാം. തത്വശാസ്ത്രത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ബ്രഹ്മവിദ്യാഖണ്ഡം എന്ന പുസ്തകത്തിന്റെ വിശദാംശങ്ങളിലേക്ക്. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഈ പുസ്തകമാണ് ഉപനിഷത്തുകളിലെ ആ ഒരു തത്വചിന്താപരമായ കാതലില്ലേ, അത് നമുക്ക് വളരെ ലളിതമായിട്ട് തുറന്നു തരുന്നത്. ജീവിതത്തിലെ ആ വലിയ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി നടക്കുന്നവർക്ക് ഇതൊരു നല്ല വഴികാട്ടിയാണ്. ഈ പുസ്തകത്തിന് 424 പേജുകളുണ്ട്. പക്ഷേ അതൊരു വെറും നമ്പറായിട്ട് കാണരുത് കേട്ടോ. തലമുറകളായി കൈമാറി വന്ന അത്രയും ആഴത്തിലുള്ള ജ്ഞാനമാണ് ഇതിലെ ഓരോ പേജിലുമുള്ളത്. അതിന്റെ ആഴവും പരപ്പുമൊന്ന് ആലോചിച്ചു നോക്കൂ. ഇനി ഇതിന്റെ മറ്റു ചില വിവരങ്ങൾ നോക്കാം.
ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മധുരയിലെ യുഗ് നിർമ്മാൺ യോജനയാണ്. 2010-ലാണിത് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത്. ഇതിന്റെ ഭാരവും വലുപ്പവും ഒക്കെ ശ്രദ്ധിച്ചാൽ ഏകദേശം 1 കിലോയുടെ അടുത്ത് ഭാരമുണ്ട്. അപ്പോൾ തന്നെ നമുക്കിതിന്റെ ഒരു ഗൗരവം മനസ്സിലാവും. പ്രധാനമായും ഹിന്ദിയിലാണ്, പക്ഷെ ഗുജറാത്തിയിലും ഇത് ലഭ്യമാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോ നമ്മൾ ഏകദേശം അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ ഒരു അറിവിന്, ഈ ഒരു ജ്ഞാനശേഖരത്തിന് ശരിക്കും എന്താണ് ഇത്ര പ്രാധാന്യമെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഇത് വെറുതെ പുസ്തകത്തിലെ അക്ഷരങ്ങളല്ല, മറിച്ച് തലമുറകളെ തന്നെ വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു വലിയ പാരമ്പര്യമാണ്. അപ്പ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? അറിവിനായുള്ള നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ നിന്ന് തുടങ്ങി. അവിടെ നിന്ന് നമ്മൾ ഉപനിഷത്തുകൾ എന്ന വലിയൊരു ജ്ഞാനസാഗരത്തിലേക്കെത്തി. അതിലുള്ള 3 വ്യത്യസ്ത വഴികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, അല്ലേ? തത്വചിന്ത, ബുദ്ധി, പിന്നെ പരിശീലനം. ഒടുവിൽ ആ പരമമായ ജ്ഞാനം നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് ബ്രഹ്മവിദ്യാഖണ്ഡം എന്ന പുസ്തകത്തിലൂടെ നമ്മൾ കണ്ടു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര. ഇതെല്ലാം പറഞ്ഞ് ഇവിടെ നിർത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യം വെക്കുകയാണ്. ജ്ഞാനത്തിലേക്കുള്ള ഈ 3 വഴികളുണ്ടല്ലോ, തത്വചിന്തയുടെ ആഴങ്ങളിലേക്കുള്ള വഴിയാണോ, അതോ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വഴിയാണോ, അതുമല്ലെങ്കിൽ ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആ ഒരു അനുഭവത്തിന്റെ വഴിയാണോ? ഇതിൽ ഏതു വഴിയാണ് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ചിന്ത നിങ്ങളുടെ അറിവിനായുള്ള യാത്രയ്ക്ക് ഒരു പുതിയ ദിശ നൽകട്ടെ. നന്ദി.